എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഇപ്പോൾ 5 മാസത്തെ കുടിശ്ശികയായി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ഈ മാസം 1600 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളൊരു അപ്ഡേഷനാണ് നമുക്ക് വന്നിരുന്നത്. എന്നാൽ ഈ ഒരു മാസം 1-ാം തീയതി മുതൽ തുടങ്ങി 22-ാം തീയതി വരെ നമുക്ക് യാതൊരുവിധ അപ്ഡേഷൻസും ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഈ മാസം 22-ാം തീയതി ആവുന്നു. ഇതുവരെയും ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അറിയിപ്പുകളും നമുക്ക് വന്നിട്ടില്ല. വന്നിരിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മസ്റ്ററിംഗ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ 30 വരെ. അപ്പോൾ ആ ഒരു കാര്യത്തിന് മാത്രം ഇളവ് നടന്നിട്ടുണ്ട്. അല്ലാതെ യാതൊരുവിധ അറിയിപ്പുകളും പെൻഷന്റെ കാര്യങ്ങളായിട്ട് ഒന്നും തന്നെയും വന്നിട്ടില്ല. അപ്പോൾ മുൻ വർഷം 2023 ഓണം, അത് ഓഗസ്റ്റ് 29-നായിരുന്നു ഓണം. ഓണത്തിന് മുന്നോടിയായിട്ട് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് നമുക്ക് നൽകിയിരുന്നത്. അതിനായിട്ട് തന്നെ ധനവകുപ്പ് 1762 കോടി രൂപ അനുവദിച്ചുകൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും എല്ലാം 2 മാസത്തെ ഒന്നിച്ച് തന്നെ നൽകിയിരുന്നു. അത് തന്നെയാണ് സെയിം ഇപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന പെൻഷൻ വിതരണം 3200 രൂപയായിരിക്കും നമുക്ക് എത്തുന്നത്. അത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം, അത് ഈ മാസവും അടുത്ത ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ആ പെൻഷൻ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ 3200 രൂപ നമുക്ക് ലഭിക്കുന്നതാണ്. കാരണം ഈ മാസം 1600 രൂപ തന്നു കഴിഞ്ഞാൽ അടുത്ത മാസം ഓണം ആയതുകൊണ്ട് തന്നെ 2 പെൻഷൻ ഒന്നിച്ച് തരാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഡിലേ വരുന്നത്. ഇപ്പോൾ 3200 രൂപ ഒന്നിച്ച് ഓണം ആഘോഷിക്കാനായിട്ട് സർക്കാർ നൽകും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അല്ലാതെ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നും നമുക്ക് ഒരു അറിയിപ്പുകളും വന്നിട്ടില്ല. 1-ാം തീയതി മുതൽ നിരവധി പേരാണ് വിളിക്കുന്നത്. 1-ാം തീയതി മുതൽ തന്നെ അത് എവിടെ നിന്നൊക്കെയാണ് അറിയിപ്പ് കിട്ടുന്നത് നമുക്കറിയില്ല. ഒരിക്കലും യാതൊരുവിധ അറിയിപ്പുകളും ധനവകുപ്പിന്റെ ഭാഗത്തുനിന്നും നമുക്ക് എത്തിയിട്ടില്ല. അതാണ് സത്യം. ഇപ്പോൾ നമുക്ക് എന്നാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ പെൻഷനായിട്ട് എത്ര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള യാതൊരു അറിയിപ്പുകളും നമുക്ക് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഓണം വരുന്നു, മാവേലിയും വരാറായി. ഇപ്പം നമുക്ക് ഏത് സമയത്താണ് പെൻഷൻ വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു അപ്ഡേഷൻസും നമുക്ക് എത്തിയിട്ടില്ല. എന്തായാലും ഓണമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ആവർത്തിച്ചതുപോലെ തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഓണത്തിന് മുന്നോടിയായിട്ട്, അപ്പോൾ ഓണം സെപ്റ്റംബർ 15-ാം തീയതിയാണ്. അതിന് മുന്നോടിയായിട്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും എല്ലാവരുടെയും കൈകളിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ ഉള്ള അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.